ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടപ്രഥമനാണ്. ഓണത്തിന് സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഥമനാണ് അടപ്രഥമൻ. അതിന് നമുക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ 250 ഗ്രാം ഒരു കവർ അടയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒരേ ലെവലിൽ ഒന്ന് പൊടിച്ചെടുക്കാം. വലുതായിട്ട് കിടക്കുന്നതൊക്കെ ഒരേ ലെവലിലൊന്ന് പൊടിച്ചിട്ടതിന് ശേഷം അതിനെ വേവിച്ചെടുക്കാം. ഇനി അതിന് വേണ്ട കശുവണ്ടി പരിപ്പ് നമുക്കൊന്ന് നെയ്യിലിട്ട് വറുത്തെടുക്കാം. വറുത്ത് കോരിയെടുത്തതിന് ശേഷം അടുത്ത് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നമുക്ക് ചുമന്ന് വരുമ്പോൾ അതും നമുക്ക് കോരിയെടുക്കാം. നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന അട അതിലേക്ക് തട്ടി നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. കുറച്ച് നേരം വറുത്തതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം അത് കറക്കിയതിന് ശേഷം ഇനി അതിലേക്ക് 100 ഗ്രാം ചവ്വരി വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചെരുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 3ാമത്തെ പാലാണ്. പാലൊഴിച്ച് നല്ലോണം ഒന്ന് ഒരു 15 മിനിറ്റോളം ഒന്ന് കറക്കി കൊടുക്കണം. അത് ഏകദേശം വറ്റാനാവുമ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏകദേശം കുറുകി വരുമ്പോൾ നമുക്ക് 3ാം പാൽ ഒഴിച്ചു കൊടുത്ത് കറക്കിയെടുക്കാം. ഇനി നമുക്കതിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുനട്ടും മുന്തിരിപ്പരിപ്പും ചേർത്ത് അതിലൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെയധികം സ്വാദാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇവിടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബായ്.